ഞാനിപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൗദിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഓൺ അറൈവൽ വിസയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. 2 ദിവസമായിട്ട് ഉള്ളൊരു റൂളാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇന്നലെ ട്രാവൽ ചെയ്യേണ്ട എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹവും കുഞ്ഞ്, അതായത് ഒരു 45 ദിവസമായ കുഞ്ഞും അദ്ദേഹത്തിൻ്റെ വൈഫിന് അവിടെ നെറ്റ്സാണ് ജോലിയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ഇതിൽ VFSും കാര്യങ്ങളും പുള്ളിക്കാരൻ എടുത്തിരുന്നു. പക്ഷേ കുഞ്ഞിന് ഓൺ അറൈവൽ വിസ ഉണ്ടായത് കൊണ്ട് അവരെന്ത് ചെയ്തു, VFSും കാര്യങ്ങളും ചെയ്തില്ല. 45 ദിവസമല്ലേ ആയുള്ളൂ. അപ്പം ഇതൊന്നും ചെയ്യാതെ ഇവർ നേരെ നമ്മളുടെ കൊച്ചി എയർപോർട്ടിലേക്ക് ചെല്ലുന്ന ടൈമിൽ ഇവർക്ക് അവിടുന്ന് പോവാനുള്ള ഒരു അവസരം അവിടുന്ന് ഉണ്ടായില്ല. കാരണം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മളുടെ സൗദിയിൽ നിന്ന് പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ടെന്നും ഈ പറഞ്ഞ രണ്ടാൾക്കും, മാതാവിനും പിതാവിനും, അവിടെ തന്നെ നമ്മളുടെ വിസയുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുട്ടികളെ ഓൺ അറൈവൽ വിസയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നേരത്തെ അങ്ങനല്ലായിരുന്നു. അമ്മയ്ക്ക് ഓൺ അറൈവൽ അമ്മയ്ക്ക് അവിടെ വിസയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഓൺ അറൈവലിൽ എന്ത് ചെയ്യാം, നമുക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഒരാൾക്ക് വിസ മതിയായിരുന്നു. ഇപ്പോൾ 2 പേർക്കായിട്ട് അതെന്ത് ചെയ്തേക്കുന്നു, ഈ 2 പേർക്കും ഈ പറഞ്ഞ അവിടുത്തെ റെസിഡന്റ് വിസയോ വർക്ക് വിസയോ ഉള്ളവർക്ക് മാത്രമേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കുട്ടികളെ കൊണ്ടുപോകാൻ ഓൺ അറൈവൽ വിസയിലൊക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ആളുകളിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഇത് ഒരു ഇൻഫർമേഷനായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.